ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിവ്യൂവിൽ കണ്ട പോലത്തെ ഒരു ട്രാൻസിഷനാണ്. അപ്പം അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, റേഷ്യോ സെലക്ട് ചെയ്യുക, FPS കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഇനി ഇവിടുന്ന് താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് 2 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസിൽ ഇപ്പം എല്ലാം കട്ട് ചെയ്യേണ്ടി വരും, മാസ്ക് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഫോട്ടോസിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ 2 ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയിലെ സബ്ജക്റ്റിൻ്റെ ഒരു PNG വേണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിൽ പോയിട്ട് റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ പോയിട്ട് ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ് മാത്രമായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പം 2 ഫോട്ടോസിൻ്റെയും PNG എടുത്തിട്ടുണ്ട്, സബ്ജക്റ്റിൻ്റെ PNG എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനിമേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസ് ലെയറിൽ നിന്ന് തുടങ്ങാം. ബേസ് ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഈ ഒരു പിവറ്റ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം ആ റൊട്ടേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഒരു കീ ഫ്രെയിം കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം വന്നിട്ട് ഒരു 100. ഓക്കെ, നിങ്ങളിപ്പം യൂഷ്വലി റൊട്ടേഷൻ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 100 കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു കീ ഫ്രെയിം എൻഡിങ്ങിലാക്കുക. അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ഓക്കെ ഇങ്ങനെ വയ്ക്കാം. ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇനി അടുത്തായിട്ട് രണ്ടാമത്തെ ഫോട്ടോയുടെ ബേസ് ലെയർ സെലക്ട് ചെയ്യുക, FXൽ പോവുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഈ ഒരു പിവറ്റ് പോയിൻ്റ് ജസ്റ്റ് വീഡിയോ കാണുന്ന പോലെ താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, റൊട്ടേഷൻ സെലക്ട് ചെയ്യുക, എൻഡിങ്ങിലൊരു കീ ഫ്രെയിം കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് -100. ഓക്കെ, ആ ഒരു കീ ഫ്രെയിം പ്രസൻറ്റ് ഹോൾഡ് ചെയ്ത് ഫ്രണ്ടിലോട്ടാക്കുക. ഓക്കെ, അവിടുത്തെ ഗ്രാഫ് ജസ്റ്റ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്യുക. നേരത്തെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേസ് ലെയർ സെലക്ട് ചെയ്യുക, FXൽ പോവുക, ആഡ് FXൽ പോയിട്ട് ടൈൽസ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, അതിൽ താഴോട്ട് വരുമ്പോൾ മിറർ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കുക. അടുത്തത് വീണ്ടും ആഡ് FXൽ പോവുക, മോഷൻ ബ്ലർ ഒന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ അത്യാവശ്യം കൂട്ടി കൊടുക്കുക. ആ 2 എഫക്ട്സും കോപ്പി ചെയ്തിട്ട് രണ്ടാമത്തെ ബേസ് ലെയറിലോട്ടും സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. ആ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ ആ PNG ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഈ പിവറ്റ് പോയിൻ്റ് നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ച പോലെ തന്നെ ബേസിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അവിടെ നിന്ന് റൊട്ടേഷൻ സെലക്ട് ചെയ്യുക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. നമ്മൾ തൊട്ട് താഴത്തേന് +100 ആണ് കൊടുത്തെങ്കിൽ ഇവിടെ -100 കൊടുക്കുക. ഓക്കെ, ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് കൊടുക്കുക. അത് പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക, എൻഡിങ്ങിലോട്ടാക്കുക. അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് തന്നെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും മറ്റേ PNG രണ്ടാമത്തെ ഫോട്ടോയുടെ PNG സെലക്ട് ചെയ്യുക. അവിടുത്തെ പിവറ്റ് പോയിൻ്റ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് താഴോട്ടാക്കുക. റൊട്ടേഷൻ സെലക്ട് ചെയ്യുക, ഒരു കീ ഫ്രെയിം എൻഡിങ്ങിലും അടുത്ത കീ ഫ്രെയിം ജസ്റ്റ് നമുക്ക് ഇപ്പം മൈനസ് വാല്യൂ കൊടുക്കാം. അവിടുത്തെ ഗ്രാഫ് വന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, ഇൻവേർട്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന എഫക്റ്റ് ഓപ്ഷനിലാണ്. നിങ്ങൾ PNG ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, FXൽ പോവുക, ആഡ് FXൽ പോയിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് 2 എഫക്ട്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ടൈൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഓപ്ഷനിലാണ്.
ഇവിടുത്തെ മോഷൻ ബ്ലറിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇത്രയും മോഷൻ ബ്ലറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ ഓപ്പൺ ആക്കുക, എഫക്ട്സിൽ പോവുക, ഫിൽ കളർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. സോളിഡ് കളർ വരും, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി എനേബിൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഈ കളറൊന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വയ്ക്കുക. വീണ്ടും ആ കളർ വച്ച ലെയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ ഓപ്പൺ ആക്കുക, അവിടുത്തെ ആഡ് എഫക്ട്സ് ഓപ്പൺ ആക്കുക, സോളിഡ് കളർ മാറ്റുക, കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, വീണ്ടും ആ ലെയർ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ വീണ്ടും സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് സോളിഡ് ലെയർ ജസ്റ്റ് വീണ്ടും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു 4-5 വരെ ലെയർ ആഡ് ചെയ്യാം. ഞാൻ ട്യൂട്ടോറിയൽ കാണിക്കാനുള്ള എളുപ്പം വേണ്ടിയിട്ട് ഞാൻ ഒരു 3 വരെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കണക്ക് ഈ ഒരു ലെയറിലും റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഓരോ 2 ഫ്രെയിംസ് വിട്ടിട്ട് ഈ ഒരു സ്റ്റെപ്പ് പോലെ ഓരോ ലെയർ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, 2 ഫ്രെയിംസിൻ്റെ ഡിഫറൻസിൽ ഈ ലെയർ നമ്മൾ എഫക്ട്സ് ആഡ് ചെയ്ത ലെയർ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് വീഡിയോ കാണുന്ന പോലെ ട്രിം ചെയ്യുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ പിക്കിൻ്റെ PNG സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് സോളിഡ് കളർ ആഡ് ചെയ്യുക. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം സോളിഡ് കളർ ഓപ്പൺ ആക്കുക, ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും ആ കളർ ചേഞ്ച് ചെയ്ത ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, കളർ വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ 2 ഫ്രെയിംസ് വിട്ടിട്ട് ഇതുപോലെ 2 ഫ്രെയിംസ് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ലെയർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എൻഡിങ്ങിലോട്ട് പോവുക. എഡിറ്റ് ചെയ്ത ലെയറുകളെല്ലാം ട്രിം ചെയ്യുക. ഓക്കെ, വീഡിയോ കാണുന്ന പോലെ ട്രിം ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ഇനി എൻ്റെ ചാനലുണ്ടാവും.